ഹായ് ഹലോ ക്രിയേറ്റിവിറ്റിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഒരു രാജാവിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു കൊട്ടാരം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ കൊട്ടാരത്തില് രാജാവും രാജാവിന്റെ സേവകന്മാരും രാജാവിന്റെ തോളികളുമായിട്ട് അങ്ങനെ വളരെ സന്തോഷമായിട്ട് ആ രാജാവ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ രാജാവ് വിചാരിക്കുന്നത്, എന്റെ ജീവിതത്തിൽ ഏതൊരു പ്രശ്നവുമില്ല, ആരിനെ കണ്ടു പേടിക്കണ്ട, ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുമെന്ന് പുള്ളിക്കാരൻ വിചാരിച്ചു. അങ്ങനെ ഈ രാജാവ് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് തന്റെ ജീവിതത്തിനെ റൺ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം ഒരു കിളിയുടെ കാലില് ഒരു ദൂത് വരുന്നത് കണ്ടു. ആ ദൂതിൽ എന്തോ എഴുതിയിരുന്നെന്നറിയോ? നിങ്ങളുടെ രാജ്യത്തിൽ ഒരു വലിയൊരു യുദ്ധം വരാൻ പോവുകയാണ്, അതിന് തയ്യാറെടുത്തു കൊള്ളുക എന്നായിരുന്നു. അപ്പോഴാണ് ഈ രാജാവ് നന്നായിട്ട് പേടിച്ചു. ഞാൻ ആർക്കും ദോഷമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ എല്ലാവർക്കും നന്മയല്ലേ ചെയ്തത്, എന്താണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം എനിക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇതോടെ ജീവിതം തീർന്നു പോയെന്ന് പുള്ളിക്കാരൻ വിചാരിച്ചു. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ? ചില പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ വളരെ ഉടഞ്ഞു പോകുന്ന അനുഭവങ്ങൾ നമുക്കും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം, ദൈവത്തിന് കണ്ണില്ലേ, ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് സങ്കടപ്പെടുകയല്ല വലുത്. നമ്മുടെ ജീവിതത്തിൽ ആ പ്രശ്നം എന്തുകൊണ്ടാണ് വന്നതെന്ന് നമ്മൾ അതിനെ കണ്ടുപിടിച്ച് അതിൻ്റെ സൊല്യൂഷനെ നമ്മൾ തേടുന്നുവെങ്കിൽ ഈ പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം കിട്ടും. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കൂടുതലും അടുത്ത ആൾക്കാരെയാണ് നമ്മൾ കുറ്റം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നത്തിന് നമ്മുടെ അടുത്ത് തന്നെ ആ സൊല്യൂഷൻ ഉള്ളൂ കേട്ടോ. പഴമക്കാർ ചില വിഷയങ്ങൾ പറയാറുണ്ട്, ഒരു സാധനം കളഞ്ഞു പോയ സ്ഥലത്ത് തന്നെ തേടണം, വേറെ എവിടെയെങ്കിലും പോയി തേടരുത് എന്ന് പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മിസ് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ തന്നെ തേടിയെടുക്കണം. എല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണെന്ന് ചിന്തിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഈ ജീവിതം നമുക്ക് ഭാരമായിരിക്കത്തില്ല. അങ്ങനെ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.